ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. പൊന്മണിയുടെ സിംഹഗർജനം. ഒരിക്കൽ ദൂരെ ഒരു വലിയ പുൽമേട്ടിൽ പൊന്മണി എന്ന പേരുള്ള ഒരു കുട്ടി സിംഹമുണ്ടായിരുന്നു. പൊന്മണിക്ക് നല്ല സ്വർണ്ണ നിറമുള്ള രോമങ്ങളും തിളങ്ങുന്ന മഞ്ഞ കണ്ണുകളും ഉണ്ടായിരുന്നു. അവന്റെ തലയിൽ ചെറിയ മുടി വളർന്നു തുടങ്ങിയിരുന്നു. പൊന്മണിയുടെ ഒരു ചെവിയിൽ എപ്പോഴും ഒരു പച്ചയില കുടുങ്ങിക്കിടക്കുമായിരുന്നു. സിംഹങ്ങൾ എപ്പോഴും ഒരു വലിയ കുടുംബമായിട്ടാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെ പ്രൈഡ് എന്ന് വിളിക്കുന്നു. ഒരു ദിവസം പൊന്മണിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ തോന്നി. അവൻ കാട്ടിലെ പൂമ്പാറ്റകളെ പിടിക്കാൻ ഓടി. പക്ഷെ പൊന്മണിക്ക് തനിയെ പൂമ്പാറ്റകളെ പിടിക്കാൻ പറ്റിയില്ല. അവൻ തളർന്നുപോയി. അപ്പോൾ അവന്റെ അമ്മ അടുത്തു വന്നു പറഞ്ഞു, പൊന്മണി, സിംഹങ്ങൾ ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്നാണ് വേട്ടയാടുന്നതും കളിക്കുന്നതും. അമ്മ സിംഹം പൊന്മണിക്ക് മറ്റൊരു രഹസ്യം കൂടി പറഞ്ഞുകൊടുത്തു. സിംഹങ്ങൾ ഉറക്കെ ഗർജിച്ചാൽ അത് കിലോമീറ്ററുകളോളം ദൂരെ കേൾക്കാൻ സാധിക്കും. പൊന്മണി തന്റെ കുഞ്ഞു വായ തുറന്ന് ഉറക്കെയൊന്ന് ഗർജിച്ചു. അവന്റെ ശബ്ദം കേട്ട് അവന്റെ ചേച്ചിമാരും അച്ഛനും ഓടിവന്നു. എല്ലാവരും ചേർന്ന് പുല്ലിലുരുണ്ടുമറിഞ്ഞ് കളിച്ചു. സിംഹങ്ങൾ ശക്തരാണെങ്കിലും അവർ തന്റെ കുടുംബത്തെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പൊന്മണി അന്ന് മനസ്സിലാക്കി. ഗുണപാഠം: ഒരുമിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കരുത്ത്. നമ്മുടെ കുടുംബവും കൂട്ടുകാരും എപ്പോഴും കൂടെയുള്ളതാണ് നമ്മുടെ സന്തോഷം. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ.